ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് രാഷ്ട്രീയം സംസാരിച്ചാലോ? തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത് മെയ് 4-ാം തീയതിയാണ്. ഇന്ന് മെയ് 12-ാം തീയതിയാണ്. ഇതുവരെ മുഖ്യമന്ത്രി ആരാവണം എന്നൊരു ഡിസിഷനിലേക്ക് പോലും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പൊതുവിൽ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്, അധികാരമോഹികളുടെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പം അധികാരമോഹം മാത്രമല്ല, ചെറിയ രീതിയിലുള്ള വർഗീയതയും കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ KCയും EDയും തമ്മിലാണല്ലോ പ്രോപ്പറായിട്ട് ഇപ്പം മെയിൻ ഒരു അംഗത്തട്ടിൽ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലേനെ ഞാൻ അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പൊ ഈ KCയും EDയും തമ്മിലുള്ള ഈ അംഗത്തിന്റെ ഇടയിൽ അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പ്ഡ് ആയിട്ട് മുമ്പ് തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് VD ആണ്. കാരണം പുള്ളി ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ ഒരു രക്ഷക പരിവേഷത്തോടുകൂടി ഇറങ്ങി അവരിലെ വർഗീയത വളർന്നാലും കുഴപ്പമില്ല, ആൾക്ക് അധികാരസ്ഥാനം വേണം എന്നുള്ള ഒരു ഇന്റൻഷനോടുകൂടി തന്നെ ആള് പ്രോപ്പർ പ്ലാനിങ്ങിനാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ ആളുടെ ഒപ്പം നിൽക്കുകയാണ്. മരിക്കാൻ തയ്യാറായിട്ട് തെരുവിൽ തന്നെ കടന്ന് നാടകങ്ങൾ കളിക്കുന്നുണ്ട്. കേരളത്തിൽ നിലനിന്ന ഭരണവിരുദ്ധ വികാരം എന്നൊരൊറ്റ അടിസ്ഥാനത്തിലാണ് UDF ഇപ്പോൾ അധികാരം പിടിച്ചിരിക്കുന്നത്. അതല്ലാതെ UDF തരംഗമല്ല എന്ന അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നണികളുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കളിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നാടകങ്ങൾ നമ്മുടെ നാടിന് തന്നെ ഒരു ദുഷ്പേരായി തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് മുസ്ലിം ലീഗിന്റെ കേസാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടലുകളാണ് തെറ്റിപ്പോയത്. കാരണം കോൺഗ്രസിന് ഇത്ര വ്യക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷം ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്യക്തമായിട്ടുള്ളൊരു വിലപേശൽ ശക്തിയായിട്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റും എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ നേരെ മറിച്ച് സംഭവിച്ചത് കോൺഗ്രസിന് തന്നെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ തകിടം പറഞ്ഞത് ലീഗിന്റെ കണക്കുകൂട്ടലുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗിനെ ശക്തമായി പിന്താങ്ങുന്ന VDയെ ലീഗ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആള് തന്നെ CM ആവണം എന്നുള്ളതാണ് അവരുടെ ഒരു ഇന്റൻഷൻ. അതായത് നമ്മുടെ ഭൂമി ഉരുണ്ടതാണ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവല്ലോ. അതേപോലെ ജമാഅത്തെ ഇസ്ലാമീനെയൊക്കെ പിന്താങ്ങിയിട്ടുള്ള VDയുടെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളികൾ പൊട്ടന്മാരാണെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആര് എന്തൊക്കെ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇന്റൻഷൻസ് പ്രോപ്പറായിട്ട് മലയാളികളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ടെന്നും ആ റീസൺസ് മലയാളികൾ മനസ്സിലാക്കുന്നു എന്നുള്ളതും നിങ്ങൾ അറിയുക. രാഷ്ട്രീയക്കാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചതിന്റെ പേരിൽ താഴെ ചിലപ്പോൾ കുറെ കോൺഗ്രസ്സുകാർ വന്ന് തന്നെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ. ആദ്യം പോയി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, എന്നിട്ട് വന്ന് എന്നെ തെറി വിളിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.